നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡാർക്ക് റിയാക്ഷനിൽ വരുന്ന രണ്ട് പാത്വേസ് ആണ് പറഞ്ഞത്. ഒന്ന് C3 പാത്വേ, രണ്ടാമത്തേതായിരുന്നു C4 പാത്വേ. C4 പാത്വേ എന്ന് പറയുന്നത് ഒരു കുറച്ച് ഹോട്ട് റീജിയനിലുള്ള, അതായത് ട്രോപ്പിക് സബ് ട്രോപ്പിക് റീജിയനിൽ വളരുന്ന ചില പ്ലാന്റ്സിൽ കാണുന്നതാണ്. ഏകദേശം 100 സ്പീഷീസിൽ വരുന്നുണ്ട്. നമ്മൾ എക്സാമ്പിൾ പറഞ്ഞു, ഷുഗർ കെയിന്, സോർഗം, മില്ലറ്റ്സ്, ഇതിലൊക്കെ കാണുന്നൊരു പാത്വേ ആണ്. അവർക്ക് എന്ത് പ്രത്യേകത ഉണ്ട്? ആ പ്ലാന്റ്സിന് ക്രാൻസ് അനാട്ടമി എന്ന് പറയുന്നൊരു സ്പെഷ്യൽ ഫീച്ചർ ഉണ്ടാവും. ഓക്കെ, ഇനി എന്തുകൊണ്ട് C4 സൈക്കിൾ എന്നാണ് പറയാൻ പോകുന്നത്, അതായത് അവരുടെ അഡ്വാൻറ്റേജസ് എന്താണെന്ന്. നമ്മൾ എനർജി വൈസ് നോക്കുകയാണെങ്കിൽ, അതായത് നമ്മൾ പറഞ്ഞു ലൈറ്റ് റിയാക്ഷനും ഉണ്ട്, ഡാർക്ക് റിയാക്ഷനും ഉണ്ട്. ലൈറ്റ് റിയാക്ഷനിൽ ATPയും NADPHും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ എനർജി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡാർക്ക് റിയാക്ഷനിൽ CO2 കാർബൺ ഡൈ ഓക്സൈഡിൽ നിന്ന് ഗ്ലൂക്കോസ് സിന്തസൈസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എനർജി വൈസ് നോക്കുകയാണെങ്കിൽ C3 ആണ്, അതായത് C3 സൈക്കിളാണ് കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആയിട്ടുള്ളത്. കാൽവിൻ സൈക്കിളാണ് എഫിഷ്യൻറ്റ്. കാരണം C4 സൈക്കിളിന് ഒരു മോളിക്യൂൾ ഗ്ലൂക്കോസ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് 30 ATP യൂസ് ചെയ്യണം. അത്രയ്ക്കും എക്സ്പെൻഡിച്ചർ വരുന്നുണ്ട്. പക്ഷേ C3 സൈക്കിൾ അല്ലെങ്കിൽ കാൽവിൻ സൈക്കിൾ നോക്കിയാൽ ഒരു മോളിക്യൂൾ ഗ്ലൂക്കോസ് ഫോർമേഷന് വേണ്ടിയിട്ട് 18 ATP മോളിക്യൂൾസിൻ്റെ എക്സ്പെൻഡിച്ചർ മാത്രമേ വരുന്നുള്ളൂ. സോ എനർജി വൈസ് നോക്കുകയാണെങ്കിൽ ഏറ്റവും എഫിഷ്യൻറ്റ് C3 ആണ്. പക്ഷേ പിന്നെ എന്താണ് ഈ C4ൻ്റെ അഡ്വാൻറ്റേജസ്? Still then, it is a vital adaptation of tropical plants to prevent the loss of nearly 30 to 40% of photosynthetically fixed carbon through photorespiration. അതായത് C3 സൈക്കിളിൻ്റെ ഒരു ഡ്രോബാക്കാണ് ഈ C3 സൈക്കിൾ നടക്കുമ്പോൾ പ്ലാന്റ്സിൽ ഫോട്ടോ റെസ്പിറേഷന് ചാൻസ് ഉണ്ട്. ഫോട്ടോ റെസ്പിറേഷൻ എന്താണെന്ന് നിങ്ങൾ പഠിക്കും. C2 സൈക്കിൾ എന്നാണ് ഫോട്ടോ റെസ്പിറേഷന് പറയാം. അതായത് നമുക്കറിയാം C3 സൈക്കിൾ നമ്മൾ പഠിച്ചു, ഈ റുബിസ്കോ എന്ന് പറയുന്ന എൻസൈമാണ് കാർബൺ ഡൈ ഓക്സൈഡിനെ ഫിക്സ് ചെയ്യുന്നത്, അല്ലേ? ഏതിലോട്ടേക്കാണ് ഫിക്സ് ചെയ്യുന്നത്? RUBP, അതായത് റിബുലോസ് 1,5 ബിസ്ഫോസ്ഫേറ്റിലോട്ടേക്ക് കാർബൺ ഡൈ ഓക്സൈഡിനെ ഫിക്സ് ചെയ്യും. എന്നിട്ട് എന്തുണ്ടാക്കും? ഒരു ഹെക്സോസ് കോമ്പൗണ്ട് ഉണ്ടാവും. ആൻഡ് ദേ റെഡിലി സ്പ്ലിറ്റ് ടു ഫോം 3-phosphoglyceric ആസിഡ്, അല്ലേ? ഈ റുബിസ്കോ എന്ന് പറയുന്ന എൻസൈമിന് കാർബൺ ഡൈ ഓക്സൈഡിനെ ഫിക്സ് ചെയ്യാനുള്ള ടെൻഡൻസി മാത്രമല്ല, O2നെ ഫിക്സ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാകും. അതൊരു 3:1 റേഷ്യോ പോലെയാണ്. അതായത് 3 കാർബൺ ഡൈ ഓക്സൈഡിനെ RUBPയിൽ അല്ലെങ്കിൽ RUBPയിലോട്ടേക്ക് ഫിക്സ് ചെയ്താൽ പിന്നെ ഒരു മോളിക്യൂൾ ഓക്സിജനെ O2 മോളിക്യൂളിനെ എന്ത് ചെയ്യും? RUBPയിലോട്ടേക്ക് ഫിക്സ് ചെയ്യും. അതിനെയാണ് നമ്മൾ ഫോട്ടോ റെസ്പിറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത് പ്ലാന്റിന് വേസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സാണ്. ഈ പ്രോസസ്സ് C3 പ്ലാന്റ്സിൽ നടക്കുന്നുണ്ട്. കാരണം റുബിസ്കോക്ക് CO2നോടുള്ള അഫിനിറ്റി പോലെ ഹൈ അഫിനിറ്റി ഉണ്ട്, അതുപോലെ തന്നെ ഓക്സിജനോടും അഫിനിറ്റി ഉണ്ട്. സോ ഇത് ഒഴിവാക്കാൻ വേണ്ടിയാണ് C4 പാത്വേ ഉള്ളത്. ദെൻ C4ൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് പറയാം. ഒന്ന്, സെർവ് ആസ് എൻ അഡാപ്റ്റേഷൻ ടു ഓവർകം ദി ലോസസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഫോട്ടോ റെസ്പിറേഷൻ. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ ആണ് ഫീഡ്സ് ദി കാൽവിൻ സൈക്കിൾ വിത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് ദസ് ഫങ്ഷൻ ആസ് എ കാർബൺ ഡൈ ഓക്സൈഡ് പമ്പ് ടു ടേൺ ദി കാൽവിൻ സൈക്കിൾ റൗണ്ട് ആൻഡ് റൗണ്ട്. നമ്മൾ ഇവിടെ നോക്കിയാൽ, ഈ പിക്ചറിൽ നോക്കിയാൽ C4 സൈക്കിൾ നോക്കിയാൽ കാണാൻ പറ്റും, കാർബൺ ഡൈ ഓക്സൈഡിനെ ഒരു 3 കാർബൺ കോമ്പൗണ്ട് ആയിട്ടുള്ള ഫോസ്ഫോയിനോൾ പൈറുവിക് ആസിഡിലോട്ടേക്ക് ഫിക്സ് ചെയ്യും. ആ ഓക്സാലോ അസറ്റിക് ആസിഡ് 4 കാർബൺ കോമ്പൗണ്ട് റെഡിലി കൺവേർട്ട് ടു മാലിക് ആസിഡ്. മാലിക് ആസിഡ് ബണ്ടിൽ ഷീറ്റിലോട്ടേക്ക് പോകും. എന്നിട്ട് അവിടെ നിന്ന് എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡിനെ റിലീസ് ചെയ്യുന്നുണ്ട്. ആൻഡ് കാൽവിൻ സൈക്കിൾ അവിടെ നടക്കുന്നുണ്ട്. ഓക്കെ, സോ ഇതാണ് അടുത്ത അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. ഫീഡ്സ് ദി കാൽവിൻ സൈക്കിൾ വിത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് ദസ് ഫങ്ഷൻ ആസ് എ കാർബൺ ഡൈ ഓക്സൈഡ് പമ്പ് ടു ടേൺ ദി കാൽവിൻ സൈക്കിൾ റൗണ്ട് ആൻഡ് റൗണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു C4 പ്ലാന്റ്സിന് ഹൈലി എനർജറ്റിക്കലി എക്സ്പെൻഡിച്ചറാണ്. അതായത് ഒരു കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂളിനെ ഫിക്സ് ചെയ്യാൻ വേണ്ടി 5 ATPയും 2 NADPHും എക്സ്പെൻസ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ കുറച്ച് എഫിഷ്യൻസി അല്ലെങ്കിൽ അവരുടെ എനർജി എക്സ്പെൻഡിച്ചർ ഹൈ ആണ്.
But C4 plants have a higher rate of carbon dioxide fixation and lower rate of photorespiration. ഇതാണ് അവയുടെ അഡ്വാൻറ്റേജ്. ഇങ്ങനെയാണെങ്കിലും ഹൈ എനർജി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇവരാണ് ഏറ്റവും കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡിനെ ഫിക്സ് ചെയ്യുന്നത്. അതുപോലെ ഫോട്ടോ റെസ്പിറേഷൻ ഇവർക്ക് കുറവാണ് വെൻ കമ്പയറിങ് വിത്ത് C3 സൈക്കിൾ. സോ ഇതാണ് ഇവയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഇനി നമുക്ക് C3 നടക്കുന്ന പ്ലാന്റ്സിനെ, C3 സൈക്കിൾ നടക്കുന്ന പ്ലാന്റ്സിനെയാണ് നമ്മൾ C3 പ്ലാന്റ്സ് എന്ന് പറയുന്നത്. അതുപോലെ C4 സൈക്കിൾ നടക്കുന്ന പ്ലാന്റ്സിനെയാണ് C4 പ്ലാന്റ്സ് എന്ന് പറയുന്നത്. ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞു. ഏതൊക്കെ പ്ലാന്റിലാണ് C3 കാണാറ്? ക്രോപ്പ് പ്ലാന്റ്സ്, സീരിയൽസ്, ടുബാക്കോ, ബീൻസ് ഇവരിലൊക്കെയാണ്. C4 മെയ്സ്, മില്ലറ്റ്സ്, ഷുഗർ കെയിൻ, സോർഗം ഇതിലൊക്കെ. ദെൻ C3 സൈക്കിൾ നടക്കുകയാണെങ്കിൽ C3 സൈക്കിൾ മാത്രമേ പ്രസൻ്റ് ആയിട്ടുണ്ടാവും. പിന്നെ ഞാൻ പറഞ്ഞു ഫോട്ടോ റെസ്പിറേഷന് ചാൻസ് ഉണ്ട്, അതായത് ഓക്സിജനെയും കാർബൺ ഡൈ ഓക്സൈഡിന് പകരം ഫിക്സ് ചെയ്യാം. ഓക്കെ. പക്ഷേ C4 സൈക്കിൾ നടക്കുമ്പം നിങ്ങൾ കണ്ടു മീസോഫിൽ സെൽസിൽ എന്ത് നടക്കുന്നുണ്ട്? C4 സൈക്കിളും ബണ്ടിൽ ഷീറ്റ് സെല്ലിൽ എന്ത് നടക്കുന്നുണ്ട്? C3 സൈക്കിളും. സോ ബോത്ത് C3 ആൻഡ് C4 പാത്വേസ് വിൽ ബി പ്രസൻറ്റ്. ആൻഡ് C4 പാത്വേയുടെ ഏറ്റവും സ്പെഷ്യൽ ഫീച്ചറാണ് ദേ പോസസ് Kranz anatomy and which is lack in C3 plants. Then C3 പ്ലാന്റ്സിൻ്റെ കേസിൽ ഒരൊറ്റ ടൈപ്പ് ഓഫ് ക്ലോറോപ്ലാസ്റ്റ് മാത്രമേ ഉള്ളൂ, മോണോമോർഫിക് ക്ലോറോപ്ലാസ്റ്റ് ആൻഡ് ഗ്രാനൽ ക്ലോറോപ്ലാസ്റ്റ്. ഇനി C4 പ്ലാന്റ്സിൻ്റെ കേസിൽ എങ്ങനെയാണ്? ഡൈമോർഫിക് ആണ്, അതായത് മീസോഫിൽ സെൽസിലുള്ളത് ഒരു ടൈപ്പും ബണ്ടിൽ ഷീറ്റ് സെൽസിലുള്ളത് വേറെ ടൈപ്പ് ഓഫ് ക്ലോറോപ്ലാസ്റ്റുമായിരുന്നു. ബണ്ടിൽ ഷീറ്റ് സെൽസിൽ എങ്ങനെയായിരുന്നു? എഗ്രാനൽ ലാർജ് ക്ലോറോപ്ലാസ്റ്റ് ആയിരുന്നു. ആൻഡ് മീസോഫിലിലോ ഗ്രാനൽ സ്മോൾ ക്ലോറോപ്ലാസ്റ്റ് ആയിരുന്നു. ഇൻ C3 പ്ലാന്റ്സ് ബോത്ത് ഫോട്ടോസിസ്റ്റം 1 and 2 ആർ ഇൻവോൾവ്ഡ്, ബട്ട് ഇൻ C4 plants photosystem 2 is absent in Kranz type of chloroplast. ഓക്കെ, അതായത് ക്രാൻസ് ക്ലോറോപ്ലാസ്റ്റിൽ PS2 അതായത് P680 ആബ്സെൻ്റ് ആയിരിക്കും. അടുത്തത് നമ്മൾ C3 കാർബൺ ഡൈ ഓക്സൈഡിനെ ഫിക്സ് ചെയ്യുന്നത് ആരായിരുന്നു? അതായത് കാർബൺ ഡൈ ഓക്സൈഡിന് റിബുലോസ് 1,5 ബിസ്ഫോസ്ഫേറ്റ്, അതായത് RUBP എന്ന് പറയുന്ന 5 കാർബൺ കോമ്പൗണ്ടിലേക്കാണ് ഫിക്സ് ചെയ്യുന്നത്. ബട്ട് ഇൻ കേസ് ഓഫ് C4 പ്ലാന്റ്സ് ഫോസ്ഫോ ഇനോൾ പൈറോവിക് ആസിഡ് എന്ന് പറയുന്ന ഒരു 3 കാർബൺ കോമ്പൗണ്ടിലേക്കാണ് ഫിക്സ് ചെയ്യുന്നത്. ആൻഡ് ഈ ഫോസ്ഫോ ഇനോൾ പൈറോവിക് ആസിഡിനെ കാർബൺ ഡൈ ഓക്സൈഡിലേക്ക് ഫിക്സ് ചെയ്യുന്ന എൻസൈം ഏതായിരുന്നു? PEP കാർബോക്സിലൈസ്. C3യുടെ കേസിലോ RUBPയിലോട്ടേക്ക് CO2നെ ഫിക്സ് ചെയ്യുന്ന എൻസൈം ഏതായിരുന്നു? RUBP കാർബോക്സിലേസ്. അവരെയാണ് നമ്മൾ റുബിസ്കോ എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ കാർബോക്സിലേസ് ഹാസ് മോഡറേറ്റ് അഫിനിറ്റി ടു CO2. റുബിസ്കോക്ക് മോഡറേറ്റ് അഫിനിറ്റിയാണ് കാർബൺ ഡൈ ഓക്സൈഡുമായിട്ടുള്ളത്. ബട്ട് ഇൻ കേസ് ഓഫ് C4 പ്ലാന്റ്സ് CO2 ഫിക്സിംഗ് എൻസൈം അതായത് PEP കാർബോക്സിലേസ് ഹാസ് ഹയർ അഫിനിറ്റി ടുവാർഡ്സ് കാർബൺ ഡൈ ഓക്സൈഡ്. അഫിനിറ്റി കൂടുമ്പോൾ എന്ത് ചെയ്യും? റിയാക്ഷൻ്റെ സ്പീഡും കൂടും. അതുകൊണ്ട് തന്നെ ഹൈ കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ ഈസ് ടേക്കിംഗ് പ്ലേസ് ഇൻ C4 പ്ലാന്റ്സ്. ഓക്കെ. ദ ഫസ്റ്റ് സ്റ്റേബിൾ പ്രോഡക്റ്റ് C3 പ്ലാന്റ്സിൽ ഏതാ ഫോം ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞു ഒരു 3 കാർബൺ കോമ്പൗണ്ടാണ് ഫോസ്ഫോ ഗ്ലിസറാൾഡിഹൈഡ് അല്ലേ. ബട്ട് ഇൻ കേസ് ഓഫ് C4 പ്ലാന്റ്സ് ഫസ്റ്റ് സ്റ്റേബിൾ പ്രോഡക്റ്റ് ഈസ് ഓക്സാലോ അസിറ്റിക് ആസിഡ്. ദെൻ C3 പ്ലാന്റ്സിൻ്റെ കേസിൽ ഫോട്ടോസിന്തറ്റിക് സെൽസ് ഇൻക്ലൂഡ് ഓൺലി മീസോഫിൽ സെൽസ് അല്ലേ. C4ൻ്റെ കേസിൽ എന്താണ്? ബണ്ടിൽ ഷീറ്റ് സെൽസും കൂടി ഇൻവോൾവ് ആണ്. Then in case of C3 plants optimum temperature for photosynthesis is lower. അതായത് നമ്മൾ പറഞ്ഞു ഈ കുറച്ച് തണുപ്പ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ കുറവുള്ള റീജിയനിലാണ് C3 നടക്കുന്നത്. അതുപോലെ തന്നെ ഫോട്ടോസിന്തറ്റിക് റേസ് ഇസ് ലെസ്സർ അറ്റ് വാർമർ ടെമ്പറേച്ചർ. ചൂട് കൂടുമ്പോൾ ഫോട്ടോസിന്തസിസ് കുറയും. ഓക്കെ. C4 പ്ലാന്റ്സ് നമ്മൾ എന്താ പറഞ്ഞിരുന്നത്? കുറച്ചുകൂടി ഹോട്ടായിട്ടുള്ള ട്രോപ്പിക്കൽ സബ് ട്രോപ്പിക്കൽ റീജിയനിലുള്ള പ്ലാന്റ്സിലാണ് നടക്കുന്നത്. സോ ഒപ്റ്റിമം ടെമ്പറേച്ചർ ഫോർ ഫോട്ടോസിന്തസിസ് ഈസ് ഹയർ ഇൻ കേസ് ഓഫ് C4 പ്ലാന്റ്സ്. സോ ഫോട്ടോസിന്തറ്റിക് റേറ്റ് ഈസ് ഹയർ അറ്റ് വാർമർ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കുറച്ച് ഹൈ ആകുമ്പോൾ ഫോട്ടോസിന്തസിസ് ഹൈ ആയിരിക്കും C4ൻ്റെ കേസിൽ.
ഓക്കെ. ദെൻ C3യുടെ ഏറ്റവും വലിയ ഡ്രോബാക്കായി നമ്മൾ പറഞ്ഞത് എന്താണ്? മാക്സിമം ഫോട്ടോ റെസ്പിറേഷൻ ഈസ് പ്രസൻറ്റ് ഇൻ C3 വൈൽ ഇൻ C4 പ്ലാന്റ്സ് ഫോട്ടോ റെസ്പിറേഷൻ ഈസ് മിനിമം. അതാണ് C4ൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ദെൻ C3യുടെ കേസിൽ ട്രാൻസ്പിറേഷൻ ആൻഡ് വാട്ടർ ലോസ് ഈസ് ഗ്രേറ്റർ വൈൽ ഇൻ C4 ട്രാൻസ്പിറേഷൻ ആൻഡ് വാട്ടർ ലോസ് ഈസ് ലെസ്സർ വെൻ കമ്പയറിങ് വിത്ത് C3. Then C3 plants can hardly cope with high temperature. High temperature അവർക്ക് ബുദ്ധിമുട്ടാണ്. ബട്ട് ഇൻ കേസ് ഓഫ് C4 plants they can easily cope up with higher temperature. ഓക്കെ, സോ ഇതാണ് ഈ C3 ആൻഡ് C4 plants തമ്മിലുള്ള ഡിഫറൻസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ C3 സൈക്കിൾ ആൻഡ് C4 സൈക്കിൾ തമ്മിലുള്ള ഡിഫറൻസും പറഞ്ഞിരുന്നു.